പുതിയ PSC വാർത്തകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ICDS സൂപ്പർവൈസർ ഓൺലൈൻ പരീക്ഷ ഫെബ്രുവരി 13-ന്. വനിതാ ശിശു വികസന വകുപ്പിൽ ICDS സൂപ്പർവൈസർ നിയമനത്തിനുള്ള ഓൺലൈൻ പരീക്ഷ ഫെബ്രുവരി 13-ന് നടത്തും. 1547 പേർ പരീക്ഷ എഴുതും. 2 ബാച്ചായിട്ട് രാവിലെ 9-നും 11:15-നും പരീക്ഷ ആരംഭിക്കും. പട്ടികജാതി പട്ടികവർഗക്കാർക്കായുള്ള സ്പെഷ്യൽ റിക്രൂട്ട്മെന്റാണിത്. പരീക്ഷയ്ക്ക് ഉറപ്പ് നൽകാത്ത 247 പേരുടെ അപേക്ഷ PSC റദ്ദാക്കി. വെൽഡിംഗ് ട്രേഡ്മാൻ പരീക്ഷ ഫെബ്രുവരി 17-ന്. സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിൽ വെൽഡിംഗ് ട്രേഡ്മാൻ നിയമനത്തിനായുള്ള OMR പരീക്ഷ ഫെബ്രുവരി 17-നാണ്. രാവിലെ 7:15 മുതൽ 9:15 വരെയാണ് പരീക്ഷാ സമയം. 4536 പേർ പരീക്ഷയ്ക്ക് ഉറപ്പ് നൽകി. 6976 പേർ അപേക്ഷിച്ചിരുന്നു. പരീക്ഷ എഴുതാൻ താൽപ്പര്യപ്പെടാത്ത 2440 പേരുടെ അപേക്ഷ അസാധുവാക്കി. ഡയറ്റീഷ്യൻ പരീക്ഷ 11-ന്. 1608 പേർ ഉറപ്പ് നൽകി. ആരോഗ്യവകുപ്പിൽ ഡയറ്റീഷ്യൻ നിയമനത്തിനുള്ള OMR പരീക്ഷ ഫെബ്രുവരി 11, അതായത് ഇന്ന് നടത്തും. സമയം കഴിഞ്ഞുപോയി. ഫെബ്രുവരി 11-നാണ്. ഓൺലൈൻ പരീക്ഷയാണ്. 2 ബാച്ചുകളായി 9 മണിക്കും 11:15-നും പരീക്ഷ ആരംഭിക്കും. 1608 പേരാണ് പരീക്ഷ എഴുതാൻ ഉറപ്പ് നൽകിയത്. മൊത്തം 2570 പേർ അപേക്ഷിച്ചിരുന്നു. പരീക്ഷയ്ക്ക് ഹാജരാകുമെന്ന് ഉറപ്പ് നൽകാത്ത 962 പേരുടെ അപേക്ഷ PSC റദ്ദാക്കി. LP-ST അഭിമുഖം മാർച്ചിലും. LP സ്കൂൾ അധ്യാപക നിയമനത്തിനായുള്ള അഭിമുഖം ജില്ലാ റീജിയണൽ ഓഫീസുകൾ മാർച്ചിലും തുടരും. സമീപ ജില്ലാ ഓഫീസുകളിലും അഭിമുഖം നടത്തി പൂർത്തിയാക്കാനാണ് PSCയുടെ ശ്രമം. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ലാബ് അസിസ്റ്റന്റ്, ഡയാലിസിസ്, വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ, സോഷ്യൽ സയൻസ്, മാത്തമാറ്റിക്സ്, തമിഴ് മീഡിയം എന്നിവയുടെ അഭിമുഖവും മാർച്ചിലാണ് നടത്തുന്നത്. വിശദമായ സമയക്രമം PSCയുടെ വെബ്സൈറ്റിലുണ്ട്. കേരള സർവകലാശാലയുടെ ഗസറ്റ് അധ്യാപക റാങ്ക് പട്ടിക ഹൈക്കോടതി റദ്ദാക്കി. കേരള സർവകലാശാലയിൽ പുതുതായി ആരംഭിച്ച 4 വർഷ ബിരുദ കോഴ്സിൽ പഠിപ്പിക്കുവാൻ ഗസ്റ്റ് അധ്യാപകരെ അസിസ്റ്റന്റ് പ്രൊഫസർ തെരഞ്ഞെടുക്കുന്നതിന് തയ്യാറാക്കിയ റാങ്ക് പട്ടിക ഹൈക്കോടതി റദ്ദാക്കി. UGC ചട്ടങ്ങൾക്ക് വിരുദ്ധമായി സെലക്ഷൻ കമ്മിറ്റി രൂപവത്കരിച്ച് തയ്യാറാക്കിയതിനാൽ പരീക്ഷ റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗം PS ഗോപകുമാർ ഫയൽ ചെയ്ത ഹർജിയിലാണ് ജസ്റ്റിസ് N നഗരേഷ് ഉത്തരവിട്ടത്. UGC ചട്ടപ്രകാരം പുതിയ സെലക്ഷൻ കമ്മിറ്റി രൂപവത്കരിച്ച് വീണ്ടും അഭിമുഖം നടത്തി റാങ്ക് പട്ടിക തയ്യാറാക്കാമെന്നും ഉത്തരവിലുണ്ട്. ഫുഡ് സേഫ്റ്റി ഓഫീസർ ജൂനിയർ ഇൻസ്ട്രക്ടർ 10 തസ്തികകൾക്ക് ചുരുക്കപ്പട്ടിക ഉടൻ. ഭക്ഷ്യസുരക്ഷാ വകുപ്പിൽ ഫുഡ് സേഫ്റ്റി ഓഫീസർ കാറ്റഗറി നമ്പർ 6/2024, വ്യവസായിക പരിശീലന വകുപ്പിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇന്റീരിയർ ഡിസൈൻ ആൻഡ് ഡെക്കറേഷൻ കാറ്റഗറി നമ്പർ 644/2023, ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റ് കാറ്റഗറി നമ്പർ 663/2023, ജൂനിയർ ഇൻസ്ട്രക്ടർ വുഡ് വർക്കർ ടെക്നീഷ്യൻ കാറ്റഗറി നമ്പർ 674/2023, ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ കൺസ്യൂമർ ഇലക്ട്രോണിക്സ് അപ്ലയൻസ് കാറ്റഗറി നമ്പർ 670/2023, ജൂനിയർ ഇൻസ്ട്രക്ടർ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് കാറ്റഗറി നമ്പർ 660/2023, ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ അഗ്രികൾച്ചറൽ മെഷീനറി കാറ്റഗറി നമ്പർ 643/2023, ആയുർവേദ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ടെക്നീഷ്യൻ ഫാർമസി കാറ്റഗറി നമ്പർ 578/2023, കെമിക്കൽ എക്സാമിനേഴ്സ് ലബോറട്ടറിയിൽ ടെക്നിക്കൽ അസിസ്റ്റന്റ് സെറോളജിക്കൽ അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ 580/2023, പുരാവസ്തു വകുപ്പിൽ ലബോറട്ടറി അസിസ്റ്റന്റ് കാറ്റഗറി നമ്പർ 527/2023 തുടങ്ങി 10 തസ്തികകളുടെ ചുരുക്കപ്പട്ടിക പ്രസിദ്ധീകരിക്കാൻ PSC യോഗം നിർദ്ദേശം നൽകി. അഭിമുഖം നടത്തി അതിന്റെ മാർക്ക് കൂട്ടിച്ചേർത്താണ് പട്ടിക തയ്യാറാക്കുന്നത്. അഭിമുഖത്തിന്റെ തീയതി പിന്നാലെ അറിയിക്കും. ജലഗതാഗത വകുപ്പിൽ ഇലക്ട്രീഷ്യന് റാങ്ക് പട്ടിക. സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ ഇലക്ട്രീഷ്യൻ കാറ്റഗറി നമ്പർ 58/2023 നിയമനത്തിനുള്ള റാങ്ക് പട്ടിക ഉടൻ പ്രസിദ്ധീകരിക്കും. PSC യോഗം അനുമതി നൽകി. LP-ST അഭിമുഖം 2ാം ഘട്ടം. തിരുവനന്തപുരം ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ LP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം കാറ്റഗറി നമ്പർ 709/2023 തസ്തികകളിലേക്കുള്ള 2ാം ഘട്ട അഭിമുഖം
ഫെബ്രുവരി 12, 13, 14 തീയതികളിൽ നാളെ തുടങ്ങിയാണ് PSC ആസ്ഥാന ഓഫീസിൽ നടത്തും. ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ സന്ദേശം SMS എന്നിവ നൽകി. അപ്പെക്സ് സൊസൈറ്റികളിൽ LDC രേഖാപരിശോധന. സഹകരണ മേഖലയിലെ അപ്പെക്സ് സൊസൈറ്റികളിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് പാർട്ട് 1 ജനറൽ കാറ്റഗറി നമ്പർ 262/2023 തസ്തികകളിലേക്ക് ഫെബ്രുവരി 10 മുതൽ 13 വരെ PSC ആസ്ഥാന ഓഫീസിൽ പ്രമാണ പരിശോധന നടത്തും. ഉദ്യോഗാർത്ഥികൾക്ക് പ്രൊഫൈൽ സന്ദേശം SMS എന്നിവ നൽകിയിട്ടുണ്ട്. അറിയിപ്പ് ലഭിക്കാത്തവർ EROSM വിഭാഗവുമായി ബന്ധപ്പെടണം. ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലെക്ചർ ഇൻ വീണ വിവരണാത്മക പരീക്ഷ 11-ന്. കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ ലെക്ചർ ഇൻ വീണ കാറ്റഗറി നമ്പർ 05/2024 തസ്തികയിലേക്ക് ഫെബ്രുവരി 11-ന് ഉച്ചയ്ക്ക് ശേഷം 1:30 മുതൽ 4 വരെ വിവരണാത്മക പരീക്ഷ നടത്തും. ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം. ഫാർമസിസ്റ്റ് പൊതുപരീക്ഷ 12-ന്. ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 കാറ്റഗറി നമ്പർ 12/2024 ആരോഗ്യവകുപ്പിൽ ഫാർമസിസ്റ്റ് ഗ്രേഡ് 2 പട്ടികവർഗം കാറ്റഗറി നമ്പർ 335/2024 തസ്തികയിലേക്ക് ഫെബ്രുവരി 12-ന് നാളെയാണ് രാവിലെ 7:15 മുതൽ 9:15 വരെ OMR പരീക്ഷ നടത്തും. ഉദ്യോഗാർത്ഥികൾക്ക് അഡ്മിഷൻ ടിക്കറ്റ് പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് അംഗീകൃത തിരിച്ചറിയൽ കാർഡുമായി പരീക്ഷാ ഹാളിൽ എത്തണം. ഇനി എന്നത്തെയും പോലെ PSC പരീക്ഷ നടത്തും. കുറച്ച് ദിവസം കഴിയുമ്പോൾ പരീക്ഷയിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് റദ്ദാക്കി കളയും. അതുപോലെ ആ സീരീസ് വീണ്ടും തുടരുകയാണ്. 10ാം തല പരീക്ഷ 2 ഘട്ടങ്ങളായി 4 ചോദ്യം റദ്ദാക്കി. 10ാം തലം പൊതു പ്രാഥമിക പരീക്ഷയുടെ 1ാം ഘട്ടത്തിൽ 1 ചോദ്യവും 2ാം ഘട്ടത്തിൽ 3 ചോദ്യങ്ങളും റദ്ദാക്കി. ആദ്യഘട്ടം ഡിസംബർ 28-നും 2ാം ഘട്ടം ജനുവരി 11-നുമാണ് നടത്തിയത്. രണ്ടിൻ്റെയും മൂല്യനിർണ്ണയം PSC ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ റദ്ദാക്കിയ ചോദ്യം തന്നിരിക്കുന്ന സംഖ്യ ജോഡികളിൽ 1 മാത്രം മറ്റ് 3 ജോഡികളിൽ നിന്ന് വ്യത്യസ്തമാണ്. ആ ജോഡി ഏത്? അതായിരുന്നു 1ാമത്തെ ചോദ്യം റദ്ദാക്കിയത്. 2ാം ഘട്ടത്തിൽ തയ്യാറാക്കിയ ചോദ്യങ്ങൾ: 1. വക്കം അബ്ദുൽ ഖാദറുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 2. ഉരുക്ക് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മാംഗനീസിന്റെ നിക്ഷേപം കൂടുതലായി കണ്ടുവരുന്ന സംസ്ഥാനം? 3. LPGയിലെ മുഖ്യ ഘടകം. ഇത്രയും ചോദ്യങ്ങൾ റദ്ദാക്കി. മെഡിക്കൽ ഓഫീസർ ആയുർവേദ 5 ചോദ്യം റദ്ദാക്കി. ഇൻഷുറൻസ് മെഡിക്കൽ സർവീസിൽ അസിസ്റ്റന്റ് ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ ആയുർവേദ പരീക്ഷയിലെ 5 ചോദ്യം PSC റദ്ദാക്കി. ഒരു ഉത്തരം തിരുത്തുകയും ചെയ്തു. കഴിഞ്ഞ ജനുവരി 6-നാണ് OMR പരീക്ഷ നടത്തിയത്. 8500 അപേക്ഷകരുണ്ടായിരുന്നു. നിലവിൽ 4 ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ലാബ് അസിസ്റ്റന്റ് 8 ചോദ്യം റദ്ദാക്കി. ആർക്കിയോളജിക്കൽ ലബോറട്ടറി അസിസ്റ്റന്റ്, ആയുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ ടെക്നീഷ്യൻ, ഫാർമസി കെമിക്കൽ എക്സാമിനേഴ്സ്, ലബോറട്ടറി ടെക്നിക്കൽ അസിസ്റ്റന്റ്, സെറോളജിക്കൽ അസിസ്റ്റന്റ് എന്നിവയുടെ പൊതുപരീക്ഷയിൽ നിന്ന് 8 ചോദ്യങ്ങൾ PSC റദ്ദാക്കി. ഒരു ഉത്തരം തിരുത്തുകയും ചെയ്തു. കഴിഞ്ഞ ജനുവരി 16-നാണ് പരീക്ഷ നടത്തിയത്. 92 മാർക്കിന് മൂല്യനിർണ്ണയം ആരംഭിച്ചു. ജൂനിയർ ഇൻസ്ട്രക്ടർ 4 വിഷയങ്ങളിൽ 9 ചോദ്യം റദ്ദാക്കി. ITIകളിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ നിയമനത്തിന് 4 വിഷയങ്ങളിൽ നടത്തിയ പരീക്ഷകളിൽ നിന്ന് 9 ചോദ്യം റദ്ദാക്കി. കഴിഞ്ഞ ഡിസംബർ 18-ന് നടത്തിയ ലിഫ്റ്റ് ആൻഡ് എക്സ്കലേറ്റർ മെക്കാനിക്കൽ പരീക്ഷയിൽ നിന്ന് 1 ചോദ്യമാണ് റദ്ദാക്കിയത്. 99 മാർക്കിന് മൂല്യനിർണ്ണയം പൂർത്തിയാക്കി. ഹോർട്ടിക്കൾച്ചറൽ വിഷയത്തിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷ ജനുവരി 17-നാണ് നടത്തിയത്. ഇതിൽ നിന്ന് 4 ചോദ്യം റദ്ദാക്കുകയും ഒരു ഉത്തരം തിരുത്തുകയും ചെയ്തു. ജനുവരി 21-ന് നടന്ന മെഷീനിസ്റ്റ് പരീക്ഷയിൽ നിന്ന് 1 ചോദ്യം റദ്ദാക്കി. വുഡ് വർക്കർ ടെക്നീഷ്യനുള്ള ഇൻസ്ട്രക്ടർ പരീക്ഷ ജനുവരി 22-നാണ് നടന്നത്. ഇതിൽ നിന്ന് 3 ചോദ്യം റദ്ദാക്കുകയും 3 ഉത്തരങ്ങൾ തിരുത്തുകയും ചെയ്തു. 97 മാർക്കിന് മൂല്യനിർണ്ണയം ആരംഭിച്ചു. ഇതോടുകൂടി ഇന്നത്തെ PSC വാർത്തകൾ അവസാനിക്കുകയാണ്. അടുത്ത PSC വാർത്തകളുമായി വേഗം തന്നെ വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.